ഹായ് എവ്രി വൺ, ഹാപ്പി ഓണം. എല്ലാവരും ഓണാഘോഷിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓണം ആവട്ടെ, റംസാൻ ആവട്ടെ, ക്രിസ്മസ് ആവട്ടെ, ഇങ്ങനത്തെ എല്ലാ ആഘോഷങ്ങളും നമ്മളൊരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആക്കാനും അതുപോലെ തന്നെ നമ്മളെ ഓട്ടോമാറ്റിക്കലി തന്നെ ഒരു ഹൈ വൈബിൽ എത്തിക്കാൻ വേണ്ടിയിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. സ്പെസിഫിക്കലി ഡിസൈൻഡ് ആണ്. സോ ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ എങ്ങനെ നമ്മുടെ തന്നെ ബെനിഫിറ്റിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോ. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ആഘോഷങ്ങളൊക്കെ കൊണ്ടാടുക എന്നുള്ളത് തന്നെയാണ്. പലരും ഞങ്ങൾക്ക് വലിയ ഓണമൊന്നുമില്ല, ഞങ്ങൾ ആഘോഷിക്കാറില്ല, ഞങ്ങൾക്കൊരു സാധാരണ ദിവസം പോലെയുള്ളൂ എന്ന് പറഞ്ഞ് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് കാണാറുണ്ട്. അങ്ങനെ ചെയ്യാതെ ഇതിനെയൊക്കെ ആഘോഷിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും ഇത് ആഘോഷിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പോസിറ്റീവ് വൈബിലാണ്. സോ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്, യൂണിവേഴ്സൽ മൈൻഡ്, ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് പരിചിതമല്ലെങ്കിൽ ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. ബട്ട് നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ് ഹാപ്പി ആണെങ്കിൽ നമ്മൾക്കും ഹാപ്പി ആവാൻ ജസ്റ്റ് ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി ഈ ഒരു സമയത്ത്. അതുപോലെ ഒരു സാധാരണ ദിവസം നമ്മൾ ആഘോഷിക്കണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എഫേർട്ട് ഇടണം നമ്മളെ ഹാപ്പി ആക്കണമെങ്കിൽ. പക്ഷേ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ ജസ്റ്റ് അതിൻ്റേതായ ചടങ്ങുകളും രീതികളിലും ഒക്കെ അതങ്ങ് ഫോളോ ചെയ്ത് മറ്റുള്ളവരൊപ്പം ഒന്ന് കൂടിയാൽ മാത്രം മതി. നമ്മൾ പ്രത്യേകമായ ഒരു എഫേർട്ടിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ കൊച്ചായിട്ടെങ്കിലും നമ്മൾ അതിലേക്കൊന്ന് കൂടുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി നമ്മൾ ഹൈ വൈബിലാവാൻ. രണ്ടാമതായിട്ട് ആളുകളുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം അവസരങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു ഹാപ്പി ഓണം മെസ്സേജ് വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്യാതെ അവരെയൊക്കെ ഒന്ന് വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഓണാഘോഷം എവിടം വരെ ആയി എന്നൊക്കെ ചോദിക്കുമ്പം നമ്മളും സന്തോഷിക്കുകയാണ്. അതുപോലെ തന്നെ പല ഫ്രണ്ട്സിനെ നമ്മൾ കാലങ്ങളായിട്ട് വിളിക്കാത്ത ആളുകളെയൊക്കെ നമുക്കൊന്ന് വിളിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സന്തോഷമാണ് വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ. പല ബന്ധങ്ങളും പുതുക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ടും, അല്ലെങ്കിൽ പലരുടെയും വീട്ടിലേക്കൊക്കെ നമ്മൾ എപ്പോഴും പോകാറില്ല അല്ലെ, അവസരങ്ങളുണ്ടെങ്കിലല്ലേ പോകാറുള്ളൂ. പക്ഷേ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ പലരുടെയും വീടൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. മൂന്നാമതായിട്ട് ഫോർഗീവ്നെസ്. നമ്മൾ പലരുമായിട്ടും കുറേ നാളായിട്ട് അത്ര റെസ്റ്റിലായിരിക്കത്തില്ല, പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു സമയത്ത് നമുക്ക് അവരെ വിളിച്ച് ബന്ധം പുതുക്കി ആ ഒരു പിണക്കം മാറ്റാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. ഇനി ആ ബന്ധം മാറ്റണം എന്നില്ല, അവർ ടോക്സിക് ആണ്, അവരെ നമ്മുടെ ലൈഫിൽ ഇല്ലാത്ത തന്നെയാണ് നല്ലത് എന്നാണ് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മനസ്സിലെങ്കിലും അവരോട് ക്ഷമിച്ചതായിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു നല്ലൊരു അവസരമാണ്. നാലാമതായിട്ട് സെൽഫ് ലവ്. നല്ല ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് ഒരുങ്ങി സ്വയം എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ച് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഒന്ന് ഒരുങ്ങി ഭംഗിയായി അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് ഗ്രൂം ചെയ്യാനും സെൽഫ് ലവ് ചെയ്യാനും പറ്റുന്നൊരു നല്ല അവസരമാണ് ഫെസ്റ്റിവൽസ്. അഞ്ചാമതായിട്ട് മാനിഫെസ്റ്റേഷൻ. ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ നമ്മൾ ഓൾറെഡി ഒരു ഹാപ്പി വൈബിലായിരിക്കും, നമ്മുടെ ചുറ്റുമുള്ള ഒരു ഹാപ്പി വൈബിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വേഗം സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് വേണ്ടത് എന്നതിനെപ്പറ്റി ക്ലാരിറ്റിയോടുകൂടി മനസ്സിലത് ആലോചിച്ച് വിഷ്വലൈസ് ചെയ്ത് പ്രാർത്ഥനകളിലും അത് ഉൾപ്പെടുത്തി ഇന്ന കാര്യം നടക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിരുത്തി സന്തോഷത്തോടുകൂടി ആ ഇമോഷൻ ഫീൽ ചെയ്ത് ആഗ്രഹിച്ചാൽ അതും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. സോ താങ്ക് യു, എൻജോയ്, ഹാപ്പി ഓണം.